ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കറിയില്ല. இல்ல சார், உங்களுக்கு நல்லா தெரியும். ரகு சார், நீங்க எங்க அனுப்பியிருக்கு அவரை கொல்லதுக்கு. அவர் எங்கன்னு எனக்கு தெரிஞ்சுதான் ஆகணும். രഘു സാറിനെ അയച്ചത് ജയാറാ. ചുറ്റുള്ളവർ ഇത്രയൊക്കെ തീയിട്ടിട്ടും ജയാറ് ഒരു കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കുന്നില്ലേ സാറേ? ഇനി അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. സാർ, വിധിയാണ് സ്വാമി, ജയാറിന്റെ വിധി. അതിനി തിരുത്തില്ല. ചാകാനുള്ള സമയം അടുത്തപ്പോഴാ കൂടെ നിന്ന് ജയാറിനെ ചതിക്കണമെന്ന് എൻ്റെ അച്ഛന് തോന്നിയത്. മകന്റെ സമ്പത്ത് കണ്ട് അച്ഛനല്പം താല്പര്യം തോന്നിപ്പോയെന്ന് കുറച്ചു നേരത്തേക്ക് ഞാൻ വിശ്വസിച്ചു പോയി. ഒരു സൈഡിൽ നിന്നും പാടത്തെ പണിക്കാരനായ ഹരി, മറുവശത്ത് നിന്നും എൻ്റെ അച്ഛൻ രഘു. അവര് രണ്ടുപേരും ചേർന്നാണ് ജയാറിന്റെ ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടാക്കിയത്. ഒരുത്തനെയും ഞാൻ വിടില്ല. അച്ഛന്റെ കാര്യം ഇന്ന് തീരും. ബാക്കിയുള്ള ഓരോരുത്തരും അവരുടെ ഊഴത്തിനായി കാത്തിരിക്കുക. CI സാറേ, ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് കാലന്റെ കോൺട്രാക്ട് എനിക്കാ. ഓരോരുത്തരെ ആയിട്ട് കൊന്നു തള്ളാൻ. നിത്യമ്മ, അമ്മ എപ്പടി ഇരിക്ക്? അമ്മ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. 1-2 വട്ടം മയങ്ങിയപ്പോഴും അച്ഛന്റെ കാര്യങ്ങൾ ഓർത്ത് പേടിച്ചെഴുന്നേറ്റു. ഇപ്പോഴാ ഒന്ന് ഉറങ്ങിയത്. ജീവ സാർ നൈറ്റിൽ തിരുമ്പി വന്നില്ലേ? ശരവണ, അച്ഛൻ കാണിച്ചത് അപകടമല്ലേ? ആമാ, ജീവൻ സാറോടെ നിൽക്കുന്നത് അപകടമാണെന്ന് അവർക്ക് തെരിയും. ആന ഇപ്പൊ ജയാർക്കൊരു പേടിയിരിക്കില്ല. അന്ത ഭയം അവർ കാരണം താനമാ വന്നത്. അതൊക്കെ ശരിയാ. അച്ഛനൊന്നും സംഭവിക്കില്ലെന്ന് അമ്മയെ ആശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മുടെ കണ്ണെത്താത്ത ദൂരത്ത് അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാ? ശരവണ, അച്ഛൻ പോയിരിക്കുന്നത് എവിടെയാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും അതറിഞ്ഞേ പറ്റൂ. അമ്മയ്ക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങായിരുന്നില്ലേ? എന്തിന്? പേടികൊണ്ടൊന്നുമല്ല, കുറ്റബോധം കൊണ്ട് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാ ഞാൻ രഘുവേട്ടനോട് പറഞ്ഞത്? ഞാൻ അവഗണിച്ച ഓരോ നിമിഷവും രഘുവേട്ടൻ വേദനിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷെ ഞാൻ എപ്പോഴും കൂടുതൽ കടുപ്പമുള്ള വാക്കുകൾ തേടുകയായിരുന്നു, അച്ഛനെ ആക്ഷേപിക്കാൻ വേണ്ടി. അമ്മയെ അതൊക്കെ അച്ഛനും മനസ്സിലാവും. അച്ഛന് ആ കാര്യത്തില് ഒരു പരാതി ഉണ്ടാവില്ല. അച്ഛനോടൊരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്ക്. ജീവന്റെ കെണിയിൽ നിന്നും മാറി നിൽക്കാൻ പറയാൻ പറ്റുന്നില്ലല്ലോ. അമ്മ, ഞാൻ ജയാറുടെ ഓഫീസിൽ പോട്ടുമാ. എന്തിന്? അവിടെ അത് സാമി ഇരിക്കില്ല. രഘു സാർ എങ്ക പോയിന്ന് അവർക്കിട്ട് കേൾക്കലമ്മ. വേണ്ട ശരവണ, നീ ചെല്ലുന്നത് നോക്കേ ജീവനോടെ കാത്തിരിക്കുന്നുണ്ടാവും. എനക്ക് പേടിയില്ലമ്മ. രഘു സാറ് പോയ സ്ഥലം തെരിഞ്ഞാ അങ്ങ് തേടി പോകലാമേ.
ശരവണൻ പോയിട്ട് വാ. சரிம்மா. അവന്റെ കൂടെ നിൽക്കുന്ന ഒരാള് ശരവണന്റെ ചോദ്യത്തിന് മറുപടി പറയുമെന്നാണോ നീ കരുതുന്നത്? പ്രതീക്ഷിക്കാതെ പറ്റൂ അമ്മേ. അച്ഛന്റെ കാര്യല്ലേ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ കളം മാറി നിൽക്കുന്നതിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം ജീവനെ എനിക്കറിയാം. അവന്റെ മുൻപിൽ ആര് മുഖം മൂടി വെച്ചാലും അതവൻ കണ്ടുപിടിക്കും. മോൾക്ക് ഓർമ്മയുണ്ടോ അമ്മയുടെ താലി പൊട്ടിയത്? അവൻ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ദിവസമില്ലേ, അന്നാണത് സംഭവിച്ചത്. അത് ദൈവം എനിക്ക് തന്ന സൂചനയാ. അമ്മക്കിനി ഈ താലിയിടാൻ യോഗം ഉണ്ടാവില്ല, അല്ലേ? അമ്മേ, അമ്മ ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ വയറ്റിലൊരു കുഞ്ഞു വരുന്നു എന്ന് പറഞ്ഞപ്പോ അമ്മ എന്നോട് പറഞ്ഞതൊക്കെ മറന്നോ? വലിയ വലിയ ദുരന്തങ്ങൾക്ക് നടുവില് സന്തോഷത്തിന്റെ സൂചനയായിട്ടാ ഇതൊക്കെ സംഭവിക്കാന്ന്. അത് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വിശ്വസിച്ചൂടെ അമ്മേ? അച്ഛൻ തിരിച്ചു വരും, ഹരി തിരിച്ചെത്തും. നമ്മളൊക്കെ ഒന്നിച്ചുണ്ടാവും അമ്മേ. നമ്മളിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകേണ്ടത് ജീവൻ മാത്രമാണ്. അതങ്ങനെ തന്നെ സംഭവിക്കും. സംഭവിക്കും. അല്ലാതെ പിന്നെ ദൈവം എന്നൊരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കില്ല. തിന്മ ചെയ്യുന്നവർക്ക് മാത്രമാണ് വിജയമെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താ? ശരവണൻ നല്ലൊരു വാർത്ത കൊണ്ടുവരും അമ്മേ. അമ്മ കാത്തിരിക്കെ. സാർ. എന്താ സാർ, രഘു സാർ എങ്ക? എനിക്കറിയില്ല. இல்ல சார், உங்களுக்கு நல்லா தெரியும். ரகு சார், நீங்க எங்க அனுப்பியிருக்கு அவரை கொல்லதுக்கு. அவர் எங்கன்னு எனக்கு தெரிஞ்சுதான் ஆகணும். രഘു സാറിനെ അയച്ചത് ജയാറാ. ജയാറോട് നേരിട്ട് ചോദിക്കേ. இல்ல, அவரோடு கேட்டா அவர் சொல்லாது. அதான் உங்களை தேடி வந்தேன். அந்த அம்மா அம்மா கரைஞ்சிட்டே இருக்கு. என்னால பார்க்க முடியாது சார். சொல்லுங்க. മധുര നൊമ്പരക്കാറ്റ്